ഹായ് എല്ലാവർക്കും നമസ്കാരം. സുനി കാർത്തിക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മാത്സ് പോർഷൻ തന്നെയാണ്. ഇന്ന് പഠിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ബിഫോർ, ആഫ്റ്റർ ആൻഡ് ബിറ്റ്വീൻ എന്ന് പറയുന്ന പോർഷനാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം എല്ലാ മക്കൾക്കും ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന പോർഷൻ എന്ന് പറഞ്ഞത് ബിഫോർ, ആഫ്റ്റർ ആൻഡ് ബിറ്റ്വീൻ എന്ന ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബിഫോർ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. ദ ബിഫോർ നമ്പർ ഈസ് ദ വൺ ദാറ്റ് കംസ് ജസ്റ്റ് പ്രയർ ടു എ ഗിവൺ നമ്പർ. അപ്പോൾ നമ്മൾ ബിഫോർ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് തന്നിട്ടുള്ള ഒരു നമ്പർ നമുക്ക് തരും. ആ നമ്പറിൻ്റെ തൊട്ട് മുന്നേ ഉള്ള, പ്രയർ മീൻസ് എന്താണ്? മുന്നേ. തന്നിരിക്കുന്ന നമ്പറിൻ്റെ തൊട്ട് മുന്നേ ഉള്ള നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ബിഫോർ എന്ന് പറയുന്നത്. ഉണ്ടോ? ദ ബിഫോർ നമ്പർ ഈസ് ദ വൺ ദാറ്റ് കംസ് ജസ്റ്റ് പ്രയർ ടു എ ഗിവൺ നമ്പർ. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കൊരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പറിൽ നിന്നും ഒന്ന് മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബിഫോർ നമ്പർ കിട്ടും. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നോക്കൂ മക്കളെ. ദ നമ്പർ ബിഫോർ 5 ഈസ് 4. അപ്പോൾ ഇവിടെ 5 എന്ന് പറയുന്ന നമ്പറിൻ്റെ ബിഫോർ ആയിട്ട് വരുന്ന നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, 4 ആണ്. അതായത് 5ന് ബിഫോർ ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? 5 എന്ന നമ്പറിൻ്റെ തൊട്ട് മുമ്പായിട്ട് വരുന്ന നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതെന്താണ്? 4 ആണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ 5ൽ നിന്നും എന്ത് ചെയ്യണം? 5ൽ നിന്നും 1 കുറയ്ക്കണം. 5ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പറാണ് എന്ത്? 4. അതാ പറഞ്ഞിരിക്കുന്നത് 1 ലെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആഫ്റ്റർ നമ്പർ എന്തായിരിക്കും? നോക്കൂ. ദ ആഫ്റ്റർ നമ്പർ ഈസ് ദ വൺ ദാറ്റ് കംസ് ജസ്റ്റ് നെക്സ്റ്റ് ടു എ ഗിവൺ നമ്പർ. എന്ന് പറഞ്ഞാൽ എന്താ? തന്നിരിക്കുന്ന നമ്പറിൻ്റെ തൊട്ട് അടുത്ത് വരുന്നത്, അല്ലെങ്കിൽ തന്നിരിക്കുന്ന നമ്പർ കഴിഞ്ഞു വരുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആഫ്റ്റർ നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയേ. ദ നമ്പർ ആഫ്റ്റർ 8 എന്ന് പറഞ്ഞാൽ എന്താ? 8 എന്ന് പറയുന്ന നമ്പർ കഴിഞ്ഞു വരുന്ന നമ്പർ, അതാണ് നമ്മൾ നെക്സ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൊട്ട് അടുത്ത് വരുന്ന നമ്പർ. അത് തന്നെയാണ് ആഫ്റ്റർ നമ്പർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ഇവിടെ 8 കഴിഞ്ഞു വരുന്ന നമ്പർ നമ്മൾ 1 2 3 തന്നെ പറഞ്ഞു നോക്കുമ്പോൾ 8 കഴിഞ്ഞു വരുന്ന നമ്പർ എത്രയാണ്? 9 ആണ്. അപ്പോൾ ബിഫോർ നമ്പർ നമ്മൾ കണ്ടുപിടിച്ച് എങ്ങനെയാണ്? തന്നിരിക്കുന്ന നമ്പറിൽ നിന്നും 1 കുറച്ചു. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെ ആയിരിക്കും മക്കളെ? തന്നിരിക്കുന്ന നമ്പർ, ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള നമ്പർ 8 ആണല്ലോ. ആ നമ്പറിൻ്റെ കൂടെ നമുക്ക് 1 കൂട്ടാം. അപ്പോൾ 8ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 8 + 1 എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 9 ആണ്. കണ്ടോ? അപ്പോൾ ബിഫോർ നമ്പർ ഈസി അല്ലേ? ചെറിയൊരു പോർഷനാണ്. ബിഫോർ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? തന്നിരിക്കുന്ന നമ്പറിൻ്റെ തൊട്ട് മുമ്പായിട്ട് വരുന്ന നമ്പർ. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് പറഞ്ഞു നോക്കുമ്പോൾ തന്നെ കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന നമ്പർ, ഇവിടെ 5 അല്ലേ തന്നിരിക്കുന്നത്, തന്നിരിക്കുന്ന നമ്പറിൽ നിന്നും നമ്മൾ എത്ര കുറയ്ക്കണം? 1 ലെസ്, അതായത് 1 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 5ൽ നിന്നും 1 കുറച്ചപ്പോൾ നമുക്ക് 4 കിട്ടി. അപ്പോൾ ആഫ്റ്റർ നമ്പർ എന്ന് പറയുന്നത് എന്താ? തന്നിരിക്കുന്ന നമ്പർ കഴിഞ്ഞ് വരുന്നത്, അല്ലെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൻ്റെ നെക്സ്റ്റ് വരുന്നത്. അത് നമുക്ക് പറഞ്ഞു നോക്കുമ്പോൾ കിട്ടും. ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ 8 എന്ന് പറയുന്ന നമ്പറാണ് ഇവിടെ തന്നിട്ടുള്ളത്, അതിൻ്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്യണം. അപ്പോൾ 8 + 1 എന്ന് പറയുമ്പോൾ എത്രയായി മക്കളെ? 9 ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്നത് എന്താണ്? ബിറ്റ്വീൻ നമ്പർ. അപ്പം നമ്മൾക്ക് ബിറ്റ്വീൻ എന്ന് പറയുന്നത് മധ്യത്തിൽ വരുന്നത്, അല്ലെങ്കിൽ ഇടയിൽ വരുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നോക്കിയോ, ദ ബിറ്റ്വീൻ നമ്പർ ഈസ് ദ വൺ ദാറ്റ് ലൈസ് ഇൻ ദ മിഡിൽ ഓഫ് 2 നമ്പേഴ്സ്. 2 നമ്പറിൻ്റെ നടുക്ക് വരുന്ന നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ബിറ്റ്വീൻ നമ്പർ എന്ന് പറയുക. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ബിഫോർ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിട്ടുള്ള നമ്പറിൻ്റെ തൊട്ട് മുന്നേ വരുന്നത്. ആഫ്റ്റർ നമ്പർ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന നമ്പർ കഴിഞ്ഞു വരുന്നത്. ബിറ്റ്വീൻ നമ്പർ എന്ന് പറഞ്ഞാൽ 2 നമ്പറിൻ്റെ ഇടയിൽ വരുന്ന നമ്പർ. അതാണ് ബിറ്റ്വീൻ എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് അതുകൊണ്ട് ബിറ്റ്വീൻ നമ്പറിന് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദ നമ്പർ ബിറ്റ്വീൻ 3 ആൻഡ് 5 എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ 3 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടോ? ഇവിടെ ഒരെണ്ണം മിസ്സിങ് ആണ് അല്ലേ? 3 ആൻഡ് 5 കണ്ടോ? അപ്പോൾ നോക്കിയേ, 3ക്കും 5നും
ഇടയ്ക്ക് വരുന്നത്, അതാണ് ബിറ്റ്വീൻ. അപ്പോൾ 3ക്കും 5നും ഇടയ്ക്ക് വരുന്ന നമ്പർ എത്രയാണ് മക്കളെ? 4 അല്ലേ? അപ്പോൾ ഇവിടെ ബിറ്റ്വീൻ നമ്പറായിട്ട് വരുന്ന ആരാണ്? 4 ആണ്. നമുക്ക് ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ 3, 4, 5 കണ്ടോ? 3, 4, 5 അങ്ങനെ പറഞ്ഞെഴുതുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന നമ്പർ ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് വർക്ക്ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കൂ, ആദ്യം കാണിച്ചിരിക്കുന്നത് ബിഫോർ, ദെൻ ആഫ്റ്റർ ആൻഡ് ബിറ്റ്വീൻ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇല്ലേ? നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ -7, അതായത് എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ? 7 എന്ന് പറയുന്ന നമ്പറിൻ്റെ ബിഫോർ ആയിട്ട് വരുന്നത്. ബിഫോർ എന്ന് പറഞ്ഞാൽ ഓർക്കണം, തൊട്ട് മുമ്പ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് 1, 2, 3 പറഞ്ഞു നോക്കി തന്നെ നമുക്കറിയാം 1, 2, 3, 4, 5, 6, 7. അപ്പം 7ന് തൊട്ട് മുമ്പ് വരുന്നത് ഏതാണ്? 6 ആണ്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? 7ൽ നിന്നും എത്ര സബ്ട്രാക്ഷൻ ചെയ്യണം? 1 സബ്ട്രാക്ഷൻ ചെയ്യണം. അപ്പം നമുക്ക് എത്ര കിട്ടും? 6. അപ്പോൾ ഇവിടെ 7ന് തൊട്ട് മുമ്പായിട്ട് വരുന്ന നമ്പർ എത്രയാണ് മക്കളെ? 6 അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്പർ നോക്കൂ, 13 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. അപ്പോൾ 13 എന്ന് പറയുന്ന നമ്പറിൻ്റെ തൊട്ട് മുമ്പ് വരുന്ന നമ്പർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പറഞ്ഞു നോക്കി എഴുതാനായിട്ട് അറിയാവുന്നവർക്ക് എഴുതാം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ 13 എന്ന് പറയുന്ന നമ്പറിൽ നിന്നും നമ്മൾ എത്ര സബ്ട്രാക്ഷൻ ചെയ്യണം? 1 സബ്ട്രാക്ഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ 3ൽ നിന്ന് 1 പോകുമ്പോൾ നമുക്ക് 2 കിട്ടും. 1 അങ്ങനെ നമുക്ക് എഴുതാം. അപ്പം നമുക്ക് ഇവിടെ കിട്ടിയ ആൻസർ എത്രയാണ് മക്കളെ? 12 അല്ലേ? അപ്പം 13 എന്ന് പറയുന്ന നമ്പറിൻ്റെ തൊട്ട് മുമ്പായിട്ട് വരുന്ന നമ്പർ എത്രയാണ്? 12 ആണ്. ഓക്കെ, ഇവിടെ നോക്കൂ, അടുത്തൊരു ക്വസ്റ്റ്യൻ 142. അപ്പോൾ 142 എന്ന് പറയുന്ന നമ്പറിൻ്റെ ബിഫോർ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? 142 എന്ന് പറയുന്ന നമ്പറിൻ്റെ തൊട്ട് മുമ്പായിട്ട് വരുന്ന നമ്പറാണ്. അപ്പോൾ ഇച്ചിരി നമുക്കൊരു 3 ഡിജിറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ചിലപ്പം പറഞ്ഞെഴുതാനായിട്ട് കുഞ്ഞുമക്കൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 142വിൽ നിന്നും നമ്മൾ എത്ര സബ്ട്രാക്ഷൻ ചെയ്യണം? 142 - 1. അപ്പോൾ എത്ര കിട്ടും നോക്കിയേ. നമ്മൾ 2വിൽ നിന്ന് 1 പോകുമ്പോൾ എത്ര കിട്ടും? 1 കിട്ടും. ബാക്കി നമുക്ക് അങ്ങനെ എഴുതാം. അപ്പോൾ നോക്കിയേ, 142 എന്ന് പറയുന്ന നമ്പറിൻ്റെ തൊട്ട് മുമ്പായിട്ട് വരുന്ന നമ്പർ എത്രയാണ് മക്കളെ? 141 കണ്ടോ? അടുത്ത് നോക്കിയേ, 635 ആണ്. 635ൻ്റെ തൊട്ട് മുമ്പായിട്ട് അല്ലെങ്കിൽ ബിഫോർ നമ്പറായിട്ട് വരുന്നത് എങ്ങനെയാണ്? അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊന്ന് സബ്ട്രാക്ഷൻ ചെയ്ത് നോക്കാം. 635 അല്ലേ? 635ൽ നിന്നും നമ്മൾ എത്ര സബ്ട്രാക്ഷൻ ചെയ്യണം? 1. അപ്പോൾ 5ൽ നിന്ന് 1 പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 4 ആണ്. ദെൻ 3 അതുപോലെ തന്നെ എഴുതുക, 6 അതുപോലെ തന്നെ എഴുതുക. അപ്പോൾ 635 എന്ന് പറയുന്ന നമ്പറിൻ്റെ തൊട്ട് മുമ്പായിട്ട് വരുന്ന നമ്പർ എത്രയാണ്? 634 കണ്ടോ? 634 കേട്ടോ? അപ്പോൾ നമ്മൾ ബിഫോർ നമ്പർ കണ്ടുപിടിച്ചില്ലേ? അപ്പോൾ ബിഫോർ നമ്പർ കണ്ടുപിടിക്കുന്നത് എന്താണ്? നമ്മൾ ചെറിയ നമ്പർ ആകുമ്പോൾ നമുക്ക് പറഞ്ഞു നോക്കിയാൽ കിട്ടും. അപ്പം വലിയ നമ്പർ ആകുമ്പോൾ കുഞ്ഞുമക്കൾക്ക് അത് ബുദ്ധിമുട്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്നും തന്നിരിക്കുന്ന നമ്പറിൽ നിന്നും 1 കുറയ്ക്കണം, അല്ലെങ്കിൽ 1 സബ്ട്രാക്ഷൻ ചെയ്യുമ്പം തന്നെ നമുക്ക് ബിഫോർ നമ്പർ കിട്ടും. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ നമ്പർ നമുക്ക് എളുപ്പമാണ്. ആഫ്റ്റർ നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് +1 തന്നിരിക്കുന്ന നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. നമുക്കറിയാം നെക്സ്റ്റ് വരുന്ന നമ്പർ 3 കഴിഞ്ഞ് അടുത്ത് വരുന്ന നമ്പർ എത്രയാണ്? 4. അപ്പോൾ നമുക്ക് എഴുതാം ആഫ്റ്റർ നമ്പർ എത്രയാണ്? 3യുടെ ആഫ്റ്റർ നമ്പറായിട്ട് വരുന്നത് 4 ആണ്. 20 കഴിഞ്ഞ് നമുക്ക് അടുത്ത് വരുന്ന എത്രയാണ്? 20, 21. അപ്പോൾ ആഫ്റ്റർ നമ്പറായിട്ട് വരുന്ന എത്രയാണ്? 21. ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാത്തവർക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് നോക്കാവുന്നതാണ്. 1 ആഡ് ചെയ്യണം. ഇവിടെ നോക്കിയേ, 125ൻ്റെ നെക്സ്റ്റ് നമ്പർ എത്ര? 126. അപ്പോൾ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? 125ൻ്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്യണം. അപ്പോൾ 5ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 6, ദെൻ 2, ദെൻ 1 കണ്ടോ? 126 കിട്ടിയില്ലേ? അടുത്ത നോക്കിയേ, 678. അപ്പോൾ ഇങ്ങനെ നമുക്ക് തരുമ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമ്മൾ എപ്പോഴും ലാസ്റ്റിലത്തെ ഈ 2 ഡിജിറ്റ് എടുക്കണം. 600നെ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തിക്കൊണ്ട് 78 എടുക്കൂ. 78 കഴിഞ്ഞ് വരുന്ന നമ്പർ എത്ര? 79 അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ എന്തോടെ ആഡ് ചെയ്താൽ മതി? 600 ആഡ് ചെയ്താൽ മതി. 679. ഓക്കെ അല്ലേ? മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ നോക്കിയേ, ഇനി ബിറ്റ്വീൻ നമ്പർ കാണാൻ നമുക്ക് വളരെ എളുപ്പമാണ്. കാരണം 2 നമ്പറിൻ്റെ ഇടയിലുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയേ, 4, 5, 6. അപ്പോൾ 4നും 6നും ഇടയിൽ വരുന്ന ആൾ ആരാണ്? 5 ആണ്. ഓക്കെ അല്ലേ?
നെക്സ്റ്റ് നോക്കിയേ 44-46. അപ്പോൾ നമുക്ക് പറഞ്ഞു നോക്കാം 44, 45, 46. അപ്പോൾ ഇവിടെ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ആ നമ്പർ ഏതാണ്? 45 ആണ്. കണ്ടോ? ഇനി നെക്സ്റ്റ് നോക്കിയേ 236-238. അപ്പോൾ ഇത്രയും ഒരു വലിയ നമ്പർ നമുക്ക് പറഞ്ഞു നോക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് അവിടെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഈ 36നെ 2 ഡിജിറ്റിനെ അങ്ങോട്ട് എടുക്കുക. അപ്പോൾ 36 കഴിഞ്ഞാൽ വരുന്ന നമ്പർ എത്രയാണ്? 37 ആണ്. കണ്ടോ? 38. അപ്പോൾ 36 കഴിഞ്ഞ് വരുന്നത് 37 ആണ്. സോ 236 കഴിഞ്ഞ് വരുന്നത് എത്രയാണ് മക്കളെ? 237 ആണ്. ഓക്കെ, അടുത്ത നോക്കിയോ 530. കണ്ടോ? -532. അപ്പോൾ 530ക്കും 532നും ഇടയിൽ വരുന്ന നമ്പർ ഏതാണ്? 30 കഴിഞ്ഞ് വരുന്ന നമ്പർ എത്രയാണ്? 31. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 530 കഴിഞ്ഞ് വരുന്ന നമ്പർ എത്രയാണ്? 531. ഈസി അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ബിഫോർ ആഫ്റ്റർ ബിറ്റ്വീൻ എന്ന് പറയുന്നത്. അപ്പോൾ ബിഫോർ നമ്പർ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ബിഫോർ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നിരിക്കുന്ന നമ്പറിൻ്റെ തൊട്ട് മുമ്പ് വരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് എണ്ണി എഴുതാൻ അറിയാൻ ഇതിൽ പറഞ്ഞെഴുതാൻ അറിയാൻ വയ്യാത്ത കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന നമ്പറിൽ നിന്നും 1 കുറയ്ക്കണം. അപ്പോൾ ബിഫോർ നമ്പർ കിട്ടും. ആഫ്റ്റർ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ആഫ്റ്റർ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നിരിക്കുന്ന നമ്പറിൻ്റെ നെക്സ്റ്റ് തൊട്ട് അടുത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് അത് നമ്പേഴ്സ് പറഞ്ഞു നോക്കി എഴുതാം. ബിഗസ്റ്റ് നമ്പറൊക്കെ ആകുമ്പോൾ, വലിയ നമ്പറൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് തന്നിട്ടുള്ള നമ്പറിൻ്റെ കൂടെ, ഇപ്പോൾ 100 ആണ് തന്നിട്ടുള്ളതെങ്കിൽ അതിൻ്റെ കൂടെ 1 പ്ലസ് ചെയ്ത് 101 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ആഫ്റ്റർ നമ്പർ എഴുതാം. ബിറ്റ്വീൻ നമ്പർ എന്ന് പറയുമ്പോൾ വളരെ ഈസിയാണ്. 2 നമ്പേഴ്സാണ് നമുക്ക് തരുന്നത്. ആ തന്നിരിക്കുന്ന നമ്പറിൻ്റെ ഇടയിൽ വരുന്നതാണ് ബിറ്റ്വീൻ നമ്പർ. അത് നമുക്ക് പറഞ്ഞിരുന്നത് 4, 5, 6. അത് നമുക്കറിയാം 44, 45, 46. അപ്പോൾ 44നും 46നും ഇടയിൽ വരുന്നത് 45 ആണ്. ബിഗസ്റ്റ് നമ്പർ തരുവാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് മാറ്റി വെച്ചിട്ട് ആ 2 ഡിജിറ്റ് നമ്പർ മാത്രം എടുക്കണം. നോക്കി, ഇവിടെ 36 ആണ്. 36 കഴിഞ്ഞ് വരുന്ന നമ്പർ എത്രയാണ് മക്കളെ? 37 അല്ലേ? അപ്പോൾ 236 കഴിഞ്ഞ് വരുന്നത് 237, ദെൻ 238. അപ്പോൾ ബിറ്റ്വീൻ നമ്പർ കണ്ടുപിടിക്കാം. ഇവിടെ 530-532. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ 5 ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് 5 അങ്ങോട്ട് മാറ്റി വെക്കുക. 30 എടുക്കുക. 30 കഴിഞ്ഞ് വരുന്ന നമ്പർ എത്രയാണ്? 31 ആണ്. സോ 530, 531, ദെൻ 532. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പം എല്ലാ മക്കളും ഈ വർക്ക്ഷീറ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഈസി ആണോ എന്ന് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായി വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.